നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഇനി ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ നാളെയാണ് അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ. ആരായിരിക്കും വിജയ് എന്നൊക്കെ ഉള്ളൊരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായ എല്ലാ മത്സരാർത്ഥികളും തിരികെ എത്തുന്ന ഒരു നിമിഷം കൂടിയാണ്. പ്രേക്ഷകരുടെ എല്ലാ മത്സരാർത്ഥികളുടെയും തിരിച്ചുവരവ് ഏറെ ആസ്വദിച്ചിരുന്നു പ്രേക്ഷകരും. ഇപ്പോഴിതാ ഗബ്രിയുടെ വരവായിരുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരുന്നത്. മറ്റൊന്നുമല്ല, ഗബ്രി ജാസ്മിൻ ബന്ധത്തിൽ പുറത്ത് കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗബ്രി എത്തുമ്പോൾ ജാസ്മിൻ എങ്ങനെ അത് ഉൾക്കൊള്ളും എന്നൊക്കെ ഉള്ള ഒരു രീതി ഉണ്ടായിരുന്നു. ജാസ്മിൻ്റെ കുടുംബം അടക്കം ഗബ്രിയുമായുള്ള സൗഹൃദത്തോട് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ജാസ്മിൻ്റെ പിതാവ് ഗബ്രിയെ വിളിച്ച് ജാസ്മിനുമായി ബന്ധം പാടില്ലെന്നടക്കം പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ മടങ്ങിയെത്തുന്ന ഗബ്രി ജാസ്മിനോട് എങ്ങനെ പെരുമാറും, ഗബ്രി പുറത്തെ കാര്യങ്ങൾ ജാസ്മിനോട് പറയുമോ എന്നൊക്കെയാണ് പ്രേക്ഷകർ ഉറ്റുനോക്കിയത്. എന്നാൽ ജാസ്മിന് മുന്നിൽ താരം പഴയ ഗബ്രിയാകുന്നതായിരുന്നു ആരാധകർ കണ്ടത്. പുറത്തെ കാര്യങ്ങൾ ഗബ്രി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ചില സൂചനകൾ ഗബ്രി നൽകുന്നുണ്ട്. ഇരുവരും ഏറെ നേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ചെയ്തു. അതിനിടയിൽ ഇപ്പോഴിതാ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇരുവരും കെട്ടിപ്പുണർന്ന് നിൽക്കുന്നതാണ് ആ വീഡിയോ. ഗബ്രിയും ജാസ്മിനും കെട്ടിപ്പിടിച്ച് നിൽക്കുകയും പെട്ടെന്ന് അവിടേക്ക് യമുന കയറി വരുന്നതുമാണ് വീഡിയോ. യമുന ജാസ്മിനെ തട്ടുകയും ഗബ്രിയോട് അവളെ വിടാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതോടെ ഇരുവരും പിന്മാറി. എന്നാൽ ഇപ്പോഴത്തെ ഗബ്രിയുടെ ഈ പ്രവൃത്തി ജാസ്മിന് വലിയ നെഗറ്റീവിന് കാരണമാകുന്നുണ്ടെന്ന് ഒരു വിഭാഗം ആരാധകരും ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, പുറത്ത് ജാസ്മിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഗബ്രി ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും ചിലർ പറയുന്നു എന്നൊക്കെ പോകുന്നു കമന്റുകൾ. അതേസമയം ചിലർ യമുനയെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. രണ്ടുപേർ കെട്ടിപ്പിടിക്കുന്നത് സ്വാഭാവികമല്ലേ എന്നും ഗബ്രിയും ജാസ്മിനും ചെയ്യുമ്പോൾ ഇത് വലിയ പ്രശ്നമാകുന്നത് എന്തുകൊണ്ടാണെന്നുമാണ് ചിലർ ചോദിക്കുന്നത്. ഇനി എന്തൊക്കെ വിമർശിച്ചാലും ജാസ്മിൻ തന്നെ കപ്പ് ഉയർത്തും എന്നുള്ള കുറിപ്പുകളും ആരാധകർ പങ്കിടുന്നുണ്ട്. ജിൻഡോ ഫാൻസ് മറ്റൊരു രീതിയിൽ ജിൻഡോ ആണ് കപ്പ് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിൽ കുറിപ്പ് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ആരാണ് ആ വിജയ് എന്നറിയാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. You're watching me and you're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.